ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. വർഷം 2002 ഫെബ്രുവരി 5 അമേരിക്കയിലെ വിസ്കോൺസിനിലെ ഒരു കൊച്ചു പട്ടണമായിട്ടുള്ള ഹഡ്സണിൽ ഏകദേശം ഒരു 10,000-ൽ താഴെ മാത്രമാണ് ജനസംഖ്യ വരുന്നത്. ഈ പട്ടണത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് അന്നേ ദിവസം വൈകുന്നേരത്തോടു കൂടി ഒരു കോള് വരികയാണ്. അവിടുത്തെ ഒരു ഫ്യൂണറൽ ഹോമിലെ മാനേജറും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റും മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഇതാണ് കോളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോള് വിളിച്ചിരിക്കുന്നത് അതേ ഫ്യൂണറൽ ഹോമിൻ്റെ മെഡിക്കൽ ഓഫീസറായിട്ടുണ്ടായിരുന്ന മാർട്ടി ഷാങ്ക്ലിനാണ്. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഈ ഫ്യൂണറൽ ഹോം സന്ദർശിക്കാൻ എത്തുമ്പോഴാണ് ബോഡി കാണുകയും അത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും അറിഞ്ഞ ഉടൻ തന്നെ പോലീസും അതോടൊപ്പം തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും ഈ പറയുന്ന സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. സംഭവ സ്ഥലത്ത് നടത്തിയ പ്രാഥമികമായിട്ടുള്ള പരിശോധനകളിൽ പ്രതിയിലേക്ക് എത്താനുള്ള യാതൊരു തെളിവും തന്നെ പോലീസിന് ലഭിക്കുന്നില്ല. പിന്നീട് അവർക്ക് മനസ്സിലായ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും മറ്റും മനസ്സിലായ ഒരു നിഗമനത്തിലെത്തുന്നത് ഇങ്ങനെയാണ്. ഈ പ്രതി അല്ലെങ്കിൽ പ്രതികൾക്കോ ഈ മരിച്ച 2 വ്യക്തികളുമായിട്ടും നേരത്തെ തന്നെ നല്ല പരിചയമുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടുത്ത് നിന്നിട്ടാണ് ഈ പറയുന്ന 2 വ്യക്തികളെയും തലയ്ക്ക് ഷൂട്ട് ചെയ്ത് കൊന്നിരിക്കുന്നത്. അതായത് മാനേജറായിട്ടുള്ള ഡാനിയൽ അദ്ദേഹത്തിൻ്റെ ചെയറിൽ ഇരുന്ന് മരിച്ച നിലയിലാണ്, തലമേളിലേക്ക് ഇങ്ങനെ ചരിച്ചിട്ട് തലയ്ക്ക് വെടിയേറ്റ നിലയിലാണ് മരിച്ച് കാണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് തൊട്ടടുത്ത ഫ്ലോറിലും തലയ്ക്ക് തന്നെ വെടിയേറ്റ നിലയിലാണ് മരിച്ചു കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഏതോ ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്ന ആ ഒരു കൊലപാതകം അതാണ് മനസ്സിലായിരിക്കുന്നത് പോലീസിന്. വേറെ അവിടെ മറ്റ് മോഷണം നടന്നിട്ടുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ അടിപിടി അല്ലെങ്കിൽ പിടിവലി നടന്ന ശ്രമങ്ങളോ ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല. അപ്പോൾ ഏതോ ഇരുന്നുള്ള സംസാരത്തിൽ പറ്റിയ ഒരു കൊലപാതകം, ഇതാണ് പോലീസിൻ്റെ നിഗമനം. എന്തായാലും പോലീസ് പിന്നെ തുടർന്ന് അന്വേഷണം നടത്തുകയാണ്. തുടരന്വേഷണത്തിൽ പോലീസ് ആദ്യം ചോദ്യം ചെയ്യുന്നത് ഈ മരിച്ച മാനേജറായിട്ടുള്ള ഡാനിയലിൻ്റെ വൈഫായ ജെന്നിയെയാണ്. അപ്പോൾ ജെന്നിയോട് പോലീസ് ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഈ ജെന്നിക്കോ ഏതെങ്കിലും അഫയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, മോട്ടീവ് എന്താണെന്ന് അറിയാനാണ് പോലീസിന്, കൊലപാതകത്തിൻ്റെ മോട്ടീവ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് ജെന്നി പറയുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ തുകയുടെ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് കൊലപാതകങ്ങൾ ഒരുപാടുണ്ടല്ലോ, പക്ഷെ അങ്ങനെ ഒരു വലിയ തുകയുടെ ഒന്നും ഇൻഷുറൻസ് അദ്ദേഹം എടുത്തിട്ടില്ല. സാധാരണ ഇൻഷുറൻസാണ് ഉള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ശത്രുക്കളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വർക്കിൽ മാക്സിമം എഫിഷ്യൻ്റ് ആണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫും നല്ല രീതിയിൽ തന്നെ പോകുന്നത്. അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ട്. അപ്പം നല്ലൊരു ഫാദറാണ്, കുട്ടികൾക്കും നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു മനുഷ്യൻ. പിന്നെ ഈ പറയുന്ന അസിസ്റ്റൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോഴും ശത്രുക്കളായിട്ടുള്ള ആരും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന ഫ്യൂണറൽ ഹോമിൽ, ഇപ്പോൾ ഫ്യൂണറൽ ഹോം എന്ന് പറയുമ്പോൾ ഈ ശവസംസ്കാരപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മരണം നടന്ന കുടുംബത്തിന് ചെയ്തു കൊടുക്കുന്ന ഒരു ഓഫീസാണല്ലോ. അപ്പോൾ ഈ ഫ്യൂണറൽ ഹോമിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ഭീഷണിക്കത്ത് കിട്ടുകയാണ് പോലീസിന്. അപ്പോൾ ഭീഷണിക്കത്തിൽ മരിച്ച ശേഷമല്ല, അതിന് മുമ്പ് അയച്ച ഒരു ഭീഷണിക്കത്ത് അവിടെ നിന്ന് തെരച്ചിൽ നടത്തിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഈ ഭീഷണിക്കത്തിൽ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഭീഷണിക്കത്ത് എഴുതി വന്നിരിക്കുന്നത് ഈ പറയുന്ന വേറൊരു മതവിഭാഗമായിട്ടുള്ള, ഇത് കാത്തോലിക്കൻ ഫ്യൂണറൽ ഹോമാണ്. അപ്പോൾ വേറൊരു മതവിഭാഗമായിട്ടുള്ള ആ മതവിഭാഗത്തിൻ്റെ തന്നെ തലപ്പത്തിരിക്കുന്ന ഒരു ലേഡി, ഇത്തിരി ഏജൊക്കെ ആയിട്ടുള്ള ഒരു ലേഡിയിൽ നിന്നാണ്. കാതറിൻ പാടില്ല എന്നാണ് അവരുടെ നെയിം. അപ്പോൾ അവരിൽ നിന്നാണ് ഭീഷണിക്കത്ത് വന്നിരിക്കുന്നത്. കാരണം ഈ പറയുന്ന കത്തോലിക്കൻ ഫ്യൂണറൽ സിസ്റ്റത്തിനോട് യാതൊരുവിധ യോജിപ്പുമില്ലാത്ത, എതിർപ്പുള്ള ഒരു സ്ത്രീ. അപ്പം അവർക്ക് ഈ ബോഡിയൊക്കെ എംബാം ചെയ്ത് കേടുകൂടാതെ സൂക്ഷിക്കുക, അതിനോടൊക്കെ നല്ല എതിർപ്പുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരൊരു ഭീഷണിക്കത്ത് ഈ ഫ്യൂണറൽ ഹോമിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിപ്പോഴാണ് പോലീസിൻ്റെ കൈവശം കിട്ടുന്നത്. അതനുസരിച്ചിട്ട് പോലീസ് ഈ കാതറിൻ പാടില്ലേനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ട് തെളിവെടുപ്പിന് കൊണ്ട് ചെല്ലുമ്പോഴാണെങ്കിലും ഈ പറയുന്ന ഈ കാതറിൻ പാടിലേക്ക് ഈ ഷൂട്ട് ചെയ്യാനുള്ള അറിവോ അല്ലെങ്കിൽ അതിനകത്തൊരു പ്രാവീണ്യമോ ഒന്നുമില്ല. മാത്രമല്ല തോക്കോ അല്ലെങ്കിൽ മറ്റും ഒന്നും തന്നെ അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്താനായിട്ട് പോലീസിന് കഴിഞ്ഞില്ല. സാക്ഷിമൊഴികളോ അങ്ങനെ ഒന്നുമില്ലാതെ ഇവർ പിന്നീട് വെറുതെ വിടുകയാണ്.
പോലീസ്. പിന്നെ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആഴ്ചകളും മാസങ്ങളും ഒക്കെ പിന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു കൊല്ലമൊക്കെ ആയി. പ്രത്യേകിച്ച് ഒരു അന്വേഷണത്തിന് പുരോഗമനമൊന്നുമില്ല. അതൊരു കോൾഡ് കേസായിട്ട് മാറുവാണ് പിന്നീട്. അപ്പോൾ ഇങ്ങനെ കോൾഡ് കേസായിട്ട് മാറിയപ്പോഴാണ് ഈ മരിച്ച മാനേജറിൻ്റെ സഹോദരി ഈ കേസ് അവിടുത്തെ തന്നെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസീനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ പേര് വീഡോക്ക് എന്നാണ്. അപ്പോൾ വീഡോക്ക് ഏജൻസീനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മെമ്പേഴ്സ് അതിനകത്തുള്ളത് ഈ പറയുന്ന ക്രിമിനൽ മൈൻഡ് റീഡേഴ്സും ഫോറൻസിക് പ്രൊഫഷണൽസും അങ്ങനെ കുറേ പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പെർട്ടായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന ഒരു ഏജൻസിയാണ് ഈ പറയുന്ന വീഡോക്ക്. ബേസിക്കലി അവർ ക്രിമിനൽ ആയിരുന്നു മുന്നേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കഴിവുള്ള ഒരു ഏജൻസി. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏത് കേസാണെങ്കിലും തെളിയിക്കും. ഈ ഒരു വർഷത്തിൽ ഒരു കേസ് മാത്രമാണ് അവർ ഏറ്റെടുത്ത് നടത്തുന്നതും. അപ്പോൾ എന്തായാലും ആ ഏജൻസീനെ ഏൽപ്പിച്ചു. 2002 നടന്ന കൊലപാതകമാണല്ലോ. 2003 ഏൽപ്പിച്ചേക്കണത്. 2004 അവർക്ക് ആ കേസ് തെളിയിക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഈ പറയുന്ന ഹഡ്സൺ ഡിപ്പാർട്ട്മെൻറ്റിലെ പോലീസുകാർ തന്നെ ഈ പറയുന്ന കോൾഡ് കേസ് ഒന്നുകൂടെ പൊടിതട്ടി എടുക്കുവാണ്. റീഇൻവെസ്റ്റിഗേഷൻ എടുക്കുമ്പോൾ ആ ഒരു അന്വേഷണത്തിൻ്റെ തുടർന്നുകൊണ്ട് പോകുമ്പോഴാണ് ഈ ഹഡ്സൺ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. കംപ്ലൈൻറ്റ് തന്നിരിക്കുന്നത് ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. 16-17 വയസ്സുള്ള ഒരു പയ്യനാണ്. ആ കുട്ടീനെ ഏകദേശം 2000-2001 വരെയുള്ള കാലയളവിൽ മദ്യം പലതവണ കൊടുത്ത് പീഡിപ്പിച്ചു, പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി. ഇതാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത് ആർക്കെതിരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹഡ്സൺ അതിർത്തിയിലുള്ള അല്ലെങ്കിൽ ഹഡ്സൺ ടൗണിലുള്ള ഒരു സെൻറ്റ് പാട്രിക് ചർച്ചിലെ ഫാദർ എറിക്സണെതിരായിട്ടാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന്. അപ്പോൾ ഫാദർ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫാദർ എറിക്സനെ അന്വേഷിച്ചിട്ട് ഈ പറയുന്ന സെൻറ്റ് പാട്രിക് ചർച്ചിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ 2 ഡിറ്റക്റ്റീവുകളാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ. ഒന്ന് നോപ്സും അതേപോലെ മറ്റൊരാൾ പെറ്റിയുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈ കേസിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്തുന്നത് സെൻറ്റ് പാട്രിക് ചർച്ചിലും. തുടർന്ന് സെൻറ്റ് പാട്രിക് സ്കൂളും ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ജോലിക്കാരെയൊക്കെ ചോദ്യം ചെയ്യണത്. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ സെൻറ്റ് പാട്രിക് സ്കൂളിലെ ഒരു ലേഡി സ്കൂൾ ബസ് ഡ്രൈവർ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പേര് മേരി പേജൽ എന്നാണ്. അപ്പോൾ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കലേ ആ പോലീസ് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പ്രകൃതി വിരുദ്ധ പീഡനമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഈ അച്ഛനെതിരെ. അപ്പോൾ അച്ഛൻ്റെ ആ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളോ അങ്ങനെയെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ഏതെങ്കിലും ഇതൊക്കെ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ, സ്വഭാവവൈകല്യങ്ങൾ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പറയുന്ന ലേഡി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവരിൽ നിന്ന് ഒരു മൊഴി കിട്ടുവാണ്. അതായത് ഇവർ പറയുന്നുണ്ട്, ഇവിടെ അടുത്തിടെ മരിച്ച ഒരു ഡാനിയേലി, ഫ്യൂണറൽ ഹോമിൻ്റെ മാനേജറായിട്ടുള്ള ഡാനിയേലി, അദ്ദേഹം മരിക്കുന്ന അന്ന് രാവിലെ 9:30 എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇത് തന്നെയാണ് എന്നോട് ചോദിച്ചത്. ഈ പറയുന്ന ഫാദർ എറിക്സന്റെ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈകല്യമോ, അതായത് ലൈംഗിക വൈകൃതങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനില്ല എന്ന് തന്നെയാണ് മറുപടി കൊടുത്തത്. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞായിരുന്നു, അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഒരു രഹസ്യമായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് ഫാദർ എറിക്സണിനെതിരെ. ഫാദർ എറിക്സൺ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൗമാരക്കാരായിട്ടുള്ള കുട്ടികളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുന്നു എന്ന വിവരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഏതായാലും അതിനെ തുടർന്നിട്ട് ഞാൻ ഇന്ന് ഉച്ചക്ക് തന്നെ, അതായത് ഈ ഡാനിയേൽ ഉച്ചക്ക് തന്നെ ഫാദർ എറിക്സനോട് സംസാരിക്കും എന്ന് ഈ പറയുന്ന ബസ് ഡ്രൈവറായിട്ടുണ്ടായിരുന്ന മേരി പേജലിനോട് സംസാരിച്ചു എന്ന് മേരി പേജൽ ഈ പറയുന്ന പോലീസിനോട് പറയുകയാണ്. പിന്നീട് മേരി പേജൽ പറയുന്നുണ്ട്, ഫാദർ എറിക്സന് ആൺകുട്ടികളെ പെൺകുട്ടികളോട് ഉള്ള അത്ര ഒരു കൂട്ടൊന്നുമില്ല, ആൺകുട്ടികളോട് തന്നെയാണ് കൂടുതൽ അടുപ്പവും കൂടുതൽ സമയം ഫാദർ എറിക്സൺ ചെലവഴിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പോലീസ് ഏതായാലും ഫാദർ എറിക്സണിനെ
എൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഫാദർ റിക്സണിൻ്റെ കുട്ടിക്കാലം അത്രയ്ക്ക് ഒരു നല്ലതൊന്നും ആയിരുന്നില്ല, കുറച്ച് ടഫായിട്ടുള്ള കുട്ടിക്കാലം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു മദ്യപാനിയായിരുന്നു, മാത്രമല്ല കുടുംബത്തിൽ നല്ല പ്രശ്നക്കാരനുമായിരുന്നു. ഈ ആൾക്ക് ഈ ഫാദർ റിക്സണിനെ 17ഓളം വയസ്സുള്ളപ്പോൾ ഈ പറയുന്ന ഫാദർ റിക്സണിൻ്റെ അച്ഛന് ജോലിയുടെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ കിട്ടി വേറൊരു സിറ്റിയിലേക്ക് പോവുകയാണ്. ഫാദർ എറിക്സണിനെ ആ സമയത്ത്, ഫാദറൊന്നുമല്ല, ആ സമയത്ത് കുട്ടിയാണല്ലോ, ആ സമയത്ത് എറിക്സണിന് ഈ പറയുന്ന സ്ഥലം വിട്ടു പോകാനായിട്ട് വിസ്കോൺസിനിൽ തന്നെയാണ്, ഹഡ്സണിലേക്ക് എത്തിയിട്ടില്ല, വിസ്കോൺസിൻ സിറ്റിയിൽ തന്നെയാണ് താമസം. അപ്പോൾ അവിടെ നിന്ന് മാറി താമസിക്കാനായിട്ട് എറിക്സണിന് താല്പര്യമില്ല. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ ഭയങ്കര കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു എറിക്സൺ. പ്രത്യേകിച്ച് റെസ്ലിംഗ് പോലെയുള്ള സ്പോർട്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഗൺ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. അതായത് ആ സ്കൂളിൽ വിട്ട് പോകാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ഫാമിലി ഷിഫ്റ്റായി. എറിക്സൺ അവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ തന്നെ പള്ളിയുടെ ഒരു അച്ഛൻ്റെ കൂടെ താമസമാക്കി. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ ഈ പറയുന്ന എറിക്സണിന് ദൈവവിശ്വാസം നല്ലതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എറിക്സൺ ഏകദേശം പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും, പഠിത്തം കഴിയുന്നതിന് മുന്നേ അദ്ദേഹത്തിന് ഇതേപോലെ ഒരു ലൈംഗിക ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ബിഷപ്പ് അതിരൂപതയ്ക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു, ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈംഗിക വൈകൃതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സ്വഭാവത്തിലുള്ള ഈ മൃഗങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക, സ്മോക്കിങ്, അതുപോലെ തന്നെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ അതിരൂപത അന്വേഷിച്ചെങ്കിലും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഈ എറിക്സൺ സെമിനാരിയിലേക്ക് പ്രവേശനം കിട്ടുവാണ്. അഡ്മിഷൻ കിട്ടി അവിടെ പഠിത്തം പൂർത്തിയാക്കിയതിന് ശേഷം ആണ് ഈ പറയുന്ന ഹഡ്സൺ സിറ്റിയിലെ സെൻറ്റ് പാട്രിക് ചർച്ചിലേക്ക് ഈ എറിക്സണിന് ഫാദറായിട്ട് നിയമനം കിട്ടുന്നത് 2000-ലാണ്. അപ്പോൾ 2000-ൽ നിയമനം കിട്ടി. അവിടെ വന്നതിന് ശേഷം അദ്ദേഹം നല്ലൊരു ഫാദറായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഗർഭചിത്രത്തിനെതിരെയും അതുപോലെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനെ കുറിച്ചും സ്വവർഗാനുരാഗത്തിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന ഭയങ്കരമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ജോലിയിലും. പിന്നെ അതേപോലെ അദ്ദേഹം കുർബാന എത്തിക്കുന്ന സമയത്ത് അദ്ദേഹം ഓസ്തിയൊക്കെ ഇങ്ങനെ തലയ്ക്ക് മേലിൽ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകും. അത്രയ്ക്ക് വിശ്വാസിയായിട്ടുള്ള, അത്രയ്ക്ക് ഭയങ്കര ഒരു ഫെയ്ത്ത്ഫുൾ ലൈഫ് ഫോളോ ചെയ്യുന്ന ഒരു ഫാദറും. എന്തായാലും എല്ലാവർക്കും അദ്ദേഹത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമായി. പക്ഷേ ഈ പറയുന്ന 2003 കഴിഞ്ഞ് 2004 അടുക്കെയാണ് ഫാദറിനെതിരെ ഈ പറയുന്ന കംപ്ലൈൻറ്റ് വന്നതും അങ്ങനെ പോലീസ് ഇവിടെ എത്തുന്നതും. അങ്ങനെയാണ് നമ്മുടെ മറ്റേ കൊലപാതകത്തിലേക്ക് ഒരു വഴി തെളിച്ച് കിട്ടുന്നതും. ഈ മേരി പേജറിൻ്റെ ഡ്രൈവറിൻ്റെ മൊഴിയിൽ നിന്നും അങ്ങനെ പോലീസ് എന്തായാലും കൊലപാതകം നടന്ന ദിവസം ഈ പറയുന്ന മാനേജർ ഇവരോട് സംസാരിച്ചു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊലപാതകമായിട്ട് എന്തെങ്കിലും ബന്ധം ഫാദർ എറിക്സൺ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഫാദർ എറിക്സണിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ, ചോദ്യം ചെയ്യുന്നതിൻ്റെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ നടക്കുന്നത്. 2 ഡിറ്റക്റ്റീവുകൾ, ഒന്ന് നോബ്സും ഒന്ന് പെറ്റിയുമാണ് അദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ ചെയ്യണത്. നമുക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഫാദർ എത്ര കൂളായിട്ടാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. തുടക്കം തന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, പിന്നീട് പലതവണ അദ്ദേഹം ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ആ ഒരു ഇൻ്റർവ്യൂ എൻ്റെ സമയത്ത് സംസാരിക്കുന്നത്. പിന്നെ അദ്ദേഹം ആ കൊലപാതകം നടന്ന ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് പറയുന്നുണ്ട്. ഇന്ന ടൈമിൽ അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനെയെല്ലാം ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ പൂർത്തിയാക്കി പോകുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം സമ്മതിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല കുട്ടികളെയൊന്നും, പക്ഷെ ഞാൻ കുട്ടികൾക്ക് മദ്യം കൊടുക്കുകയും സിഗരറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെയും ഫാദർ എറിക്സണിനെതിരായിട്ട് കുറേ മൊഴികളൊക്കെ കിട്ടുവാണ്. അതായത് അദ്ദേഹത്തിനെ ഈ മരണം നടന്ന ഫ്യൂണറൽ ഹോമിൽ വെച്ചിട്ട് അവിടുത്തെ ഒരു കോൺട്രാക്ടർ ജോൺ, അദ്ദേഹം ഈ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണതായിട്ട്, ഫ്യൂണറൽ ഹോമിൽ നിന്ന് മരണം നടന്ന ദിവസം അത് ഏകദേശം ആ ഒരു ടൈം കൊണ്ട് ഇറങ്ങി പോകുന്നതായിട്ട് കണ്ടു എന്ന് മൊഴി കിട്ടുന്നുണ്ട്. പിന്നെ വേറെ മൊഴികളും കിട്ടുന്നുണ്ട്.
ഒരു ഡീക്കൻ മൊഴി കൊടുക്കുന്നുണ്ട്. ഫാദർ ആ മരണം നടന്ന ദിവസം ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ മൊഴികളൊക്കെ കിട്ടുവാണ്. ഏകദേശം ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഫാദർ എറിക്സനെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നുണ്ട് പോലീസ്. ഡിസംബറോട് കൂടിയാണ് 2004 ഡിസംബറോട് കൂടി രണ്ടാമതൊരു ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ഫാദറിൻ്റെ ഒരു നേച്ചറാണ്, ഫാദറിൻ്റെ ഈ കാവ്യ വസ്ത്രം, ഔദ്യോഗിക വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ബെൽറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അത് ഗൺ ബെൽറ്റ്. അപ്പോൾ അതിനകത്ത് ഒരു പിസ്റ്റൾ എപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ല, ഗണ്ണൊന്നും അദ്ദേഹം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടില്ല എന്ന്. അപ്പം അങ്ങനെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഫാദർ എറിക്സന് മനസ്സിലാവുകയാണ് താൻ എന്തായാലും പിടിക്കപ്പെടും. അന്ന് അദ്ദേഹം നല്ല അപ്സെറ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു രണ്ടാമത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട്, ഇൻ്റർവ്യൂ എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് ഈ സെർച്ച് വാറൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഹോം സെർച്ച് ചെയ്യാനായിട്ടുള്ള സെർച്ച് വാറൻ്റ് ആയിട്ടാണ് പോലീസ് എത്തുന്നത് ഫാദർ എറിക്സൻ്റെ ഹോമിൽ. അപ്പോൾ ഈ സെർച്ച് വാറൻറ്റിൽ ഈ പറയുന്ന ഒരു 3-4 കമ്പ്യൂട്ടറുകൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് കണ്ടെടുക്കുന്നുണ്ട്. പിന്നെ പറയുന്ന പോലെ ഹോളി മാസ് പ്രേയേഴ്സ് എന്ന് പറയുന്നൊരു ഫയല്, ആ ഫയലിൻ്റെ ഉള്ളിൽ ആ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറേ പിക്ചറുകൾ, അതായത് പ്രകൃതി വിരുദ്ധ അല്ലെങ്കിൽ ഈ ചെറിയ ആൺകുട്ടികളുടെയൊക്കെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസുകൾ, ഏകദേശം 40ഓളം പിക്ചറുകൾ ന്യൂഡായിട്ടുള്ളതും ഈ പറയുന്ന അങ്ങനത്തെ പലതരത്തിലുള്ള പോസുകളിലുള്ള പിക്ചറുകളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയേക്കണത്. മാത്രമല്ല ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവായിട്ടുള്ള ഒരു 16ഓളം പിസ്റ്റളുകൾ അദ്ദേഹം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിസ്റ്റളുകളും പിടിച്ചെടുത്തു പോലീസ്. ഇതോടുകൂടി പൂർത്തിയായി. എറിക്സനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും ഈ പോലീസിൻ്റെ കയ്യിൽ കിട്ടുവാണ്. മൊഴികളും ഈ ഫാദർ എറിക്സൻ്റെ ഫ്രണ്ട്സിൻ്റെയും സാക്ഷിമൊഴികൾ കിട്ടിയിട്ടുണ്ട്. അതിന് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം എറിക്സൺ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ എന്തായാലും പോലീസ് പിടിക്കും, എനിക്ക് ജയിലിൽ പോകണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡിറ്റക്റ്റീവുകൾ. എന്തായാലും ഇതിന് ശേഷം ഈ പറയുന്ന ഫാദർ എറിക്സനെ അറസ്റ്റ് ചെയ്യാനുള്ള മതിയായ തെളിവുകളെല്ലാം കിട്ടിയിരിക്കെയാണ് ഈ 2004 ഡിസംബർ 12 ഈ പറയുന്ന ഫാദർ എറിക്സൺ തൂങ്ങി മരിക്കുന്നത് കേട്ടോ. ഫാദർ എറിക്സൺ തൂങ്ങി മരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഗേ ആണ് എന്നുള്ളത് ഓരോരുത്തേക്കും അദ്ദേഹത്തിന് പറയാൻ, അല്ലെങ്കിൽ ഫാമിലീനെ ഫേസ് ചെയ്യാനും പബ്ലിക് അത് അറിയുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കോടതിയിൽ ഹാജരാവാനൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ പറയുന്ന പോലെ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു 3 ലെറ്ററുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ 3 ലെറ്ററിലും എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ഒരു ഈ സെക്ഷുവൽ ബിഹേവിയർ കാരണം എനിക്ക് എൻ്റെ പ്രൊഫഷണലി, അതായത് ഫാദർ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷണലി എനിക്ക് നല്ലതുപോലെ നല്ലൊരു വ്യക്തിയാകാനായിട്ട് സാധിച്ചില്ല. ഇങ്ങനെയൊക്കെ ആണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം മരിച്ചതിന് ശേഷം ഈ പറയുന്ന എല്ലാ മൊഴികളുടെയും പിന്നെ ഇൻ്റർവ്യൂകളുടെയും മറ്റെല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ പറയുന്ന ഫാദർ എറിക്സൺ പ്രതിയാണെന്ന് കണ്ടെത്തി. പിന്നെ ഈ ഡാനിയൽ എന്ന് പറയുന്ന മാനേജറിൻ്റെ വൈഫിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ അഭ്യർത്ഥന പ്രകാരം പോലീസ് ഈ ഫാദർ എറിക്സൻ്റെ മരണശേഷം അതായത് കേസ് വിളിക്കുന്നുണ്ട്. കേസ് വിളിക്കുന്ന ടൈമിൽ മരിച്ചതിന് ശേഷം കുറച്ച് ഇൻഫർമേഷനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് ഗേ ആണെന്നതിൻ്റെ പ്രൂഫുകൾ കുറേ പോലീസിന് ലഭിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഏകദേശം 16 വയസ്സിൽ അദ്ദേഹം ഒരു 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 19 വയസ്സിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിനെതിരെ ഒരു കേസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം കൊണ്ടും പൂർത്തിയായിട്ടുണ്ടായിരുന്നല്ലോ. ഫാദർ എറിക്സൺ മരിക്കുകയും ചെയ്തു. പിന്നെ കേസ് വിളിച്ചത് കുടുംബത്തിൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരം, ഈ മരിച്ചുപോയ ആളുടെ കുടുംബത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം കേസ് വിളിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഫാദർ എറിക്സനെ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. പബ്ലിക്കും എല്ലാം അറിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുന്നത്, ഇത് മരിച്ച മാനേജറുടെ വൈഫ് ജെന്നി പറയുന്നൊരു കാര്യമുണ്ട്. ഈ അതിരൂപതയിൽ നിന്ന് ഈ ഫാദർ ഇങ്ങനെ ചെയ്ത് എന്നറിഞ്ഞിട്ട്
ഒരു ദുരഭിമാന കൊല അല്ലേ, ഫാദർ ഗേ ആണെന്നുള്ളത് പബ്ലിക് അറിയാതിരിക്കാനായിട്ട് ഫാദർ ചെയ്ത ഒരു രണ്ട് കൊലപാതകം. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് അതിരൂപതയിൽ നിന്ന് ഒരു ക്ഷമാപണമോ അല്ലെങ്കിൽ ആരും വന്ന് അന്വേഷിക്കുകയോ ഒന്നും ഉണ്ടായില്ല എന്ന് ജെന്നി പറയുന്നുണ്ട്. അപ്പോൾ ഈ ജെന്നി പറയുന്ന വേറെ രസകരമായിട്ടുള്ളൊരു കാര്യം ഇതാണ്, മറ്റാരും വന്നില്ലെങ്കിലും ഈ ഫാദർ എറിക്സൺ ഈ 2002 തുടങ്ങിയുള്ള 2004 വരെയുള്ള കാലയളവിലെല്ലാം തന്നെ ഈ വിധവയെ കാണാൻ വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഇതാണ് സംഭവം നടന്നത്. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.